ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ കോച്ചിങ് കഴിഞ്ഞിട്ട് പോവുമായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂട്ടി എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഞാനപ്പോൾ ഇപ്പോൾ നല്ല രാവിലെ തന്നെ ഞാൻ കോച്ചിങ്ങിന് പോവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ MVA ഓഫീസർ ആവാനാണ് പഠിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇല്ലേ, അതാവാനാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറേ ടെസ്റ്റ് എഴുതി. നമ്മുടെ IBD3യുടെ വാത് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ ആരും സംസാരിക്കത്ത പോലും ഇല്ല. അപ്പം ഞാൻ നേരെ വീട്ടിനടുത്ത് എത്തി ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് വണ്ടി കയറ്റാം. പിന്നെ ഞാൻ എൻ്റെ വീട് ജസ്റ്റ് ഒന്ന് ചേഞ്ചൊക്കെ ചെയ്തായിരുന്നു. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടു. ഇനി നമുക്ക് നേരെ പോവാം, കാരണം നാളെയാണ് എൻ്റെ എക്സാം. അപ്പോൾ ഇന്നത്തെ കോച്ചിങ് നല്ല കോച്ചിങ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചൊക്കെ തന്നു കാരണം ഇപ്പം നാളെയല്ലേ ഞങ്ങളുടെ MVA ഓഫീസർ ആവാനുള്ള ടെസ്റ്റാണ്. അതായിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്ക് നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി ഫ്രഷായിട്ട് റെഡി ആവാം. അപ്പം ഞാൻ ബാക്കിലത്തെ വിൻഡോയിൽ കൂടി ചാടി ഇതേത് റൂമിലാണ് ഞാൻ പെട്ടുപോയേ. ഓക്കെ, അപ്പം നമുക്ക് നേരെ പോയി ബ്രഷൊക്കെ ചെയ്ത് നമുക്കൊന്ന് റെഡിയാവാം. കാരണം ഇപ്പോൾ അങ്ങോട്ട് ഞാൻ എഴുതിയിട്ടേ ഉള്ളൂ, നമുക്ക് റെഡിയാവാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ റെഡിയായിട്ട് വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസും ചെയ്തു. MVA ഓഫീസർ വെച്ചിട്ട് പാടൊക്കെയാണ്. അപ്പോൾ ഞാൻ റിവൈസ് ചെയ്തു. അയ്യോ, ഹെൽമെറ്റ് ഇട്ടില്ല. ഞാൻ അങ്ങനെ ഹെൽമെറ്റ് ഇടാതെ പോവാം. അപ്പോൾ എന്നെ പിടിച്ച MVD ഓഫീസർ അകത്തിടും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ക്യാരക്ടർ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെൽമെറ്റ് എടുത്തിട്ടു. നമ്മുടെ ഈ ഗെയിമിൻ്റെ പ്രശ്നം അറിയാലോ, നിറയെ നേരം വെയിറ്റ് ചെയ്താലേ ഹെൽമെറ്റ് ഇട്ടിടൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ MVA ഓഫീസർ നമ്മുടെ മറ്റേ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് പോവാം. ഇച്ചിരി ദൂരെയാണ്. അപ്പോൾ നമുക്ക് പോവാം. ഈ സ്കൂട്ടർ പിന്നെ ഞാൻ മേടിച്ചതാണ്. എനിക്ക് കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സംബന്ധമായിട്ട് ഞാൻ മേടിച്ചതാണ്. ഇപ്പം ഞാൻ ഗാങ്സ്റ്റർ പണിയില്ല, കുറേ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഗവൺമെൻറ് ജോബ് നോക്കി നടക്കുവാണ്. കിട്ടുമോയെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടാണ് വരിക. ഓക്കെ, ഇതാണ്. അപ്പോൾ നമുക്ക് പോവാം ഇതിൽ. ഓക്കെ ഗൈസ്, അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ഹാൾ ടിക്കറ്റ് ഞാൻ എടുത്തില്ലെന്ന്. എന്ത് വലിയ മണ്ടനാണ് ഞാൻ. ഹാൾ ടിക്കറ്റ് ഇല്ലാതെ അകത്ത് കയറ്റത്തില്ല. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. സോറി ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വേഗം പോയി ഹാൾ ടിക്കറ്റ് എടുത്ത് പരീക്ഷയ്ക്ക് കയറാം, അല്ലെങ്കിൽ അവരെന്നെ കയറ്റത്തില്ല. നമുക്ക് കയറാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, പരീക്ഷ ഇച്ചിരി പാടായിരുന്നു. ഇപ്പോൾ സമയം നോക്കട്ടെ ഞാൻ. സമയം 6 മണിയായി. അപ്പോൾ നമുക്ക് വേഗം വീട്ടിൽ പോയിട്ട് നാളത്തേക്കുള്ള നോക്കാം. ഇനി ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് വെച്ചിട്ടല്ല, നാളെ എനിക്ക് അടുത്ത ടെസ്റ്റ് ഉണ്ട്. ഞാൻ എല്ലാത്തിനും ഒരു ട്യൂഷനായിട്ടാണ് പോവുക, ഒരു കോച്ചിങ്ങിന്. നാളെ എനിക്കെന്തോ ഒരു KSRTC ബസ് ഡ്രൈവറിൻ്റെ ടെസ്റ്റാണ്. അത് നല്ല ജോബാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം എഴുതാം. അപ്പോൾ നമുക്ക് നേരെ പോയി വീട്ടിൽ കിടന്ന് ഉറങ്ങാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് 2 മന്ത് ലേറ്ററാണ്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഇട്ട് ചായ ഇടാൻ അടുക്കളയിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ചായ ഇടാൻ നോക്കിയപ്പോഴാണ് തേയിലപ്പൊടിയും നമ്മുടെ ഷുഗറൊന്നും കാണുന്നില്ല. നമ്മുടെ ബാൽക്കണിയിൽ രാവിലെ വന്നിരിക്കാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ രാവിലെ ആയതേ ഉള്ളൂ ഫ്രണ്ട്സ്. ഞാൻ നേരത്തെ എഴുതിയിട്ടു. കാരണം ഇന്ന് നേരത്തെ ഒന്ന് എഴുതിക്കാൻ തോന്നി. കാരണം നേരത്തെ എഴുതിക്കാൻ തോന്നി. ഞാൻ നേരത്തെ എഴുതിയിട്ട് പോയി. അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ചായ ഇടട്ടെ ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് കുളിച്ചൊരുങ്ങി ഫ്രഷായിട്ട് വരട്ടെ. ടോയ്ലറ്റ് വാഷ്റൂമിൽ എത്തി. ജസ്റ്റ് ഒന്ന് കുളിച്ചൊരുങ്ങാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. ജസ്റ്റ് ഒന്ന് സൈക്ലിങ്ങിന് പോവാം ഫ്രണ്ട്സ്. അതാണ് നല്ല ബുദ്ധി. കാരണം ഇപ്പോൾ എക്സാമൊക്കെ കുറേ എഴുതി. ഞാനിപ്പോൾ എത്ര എക്സാം എഴുതി എനിക്കറിഞ്ഞൂടാ. അയ്യോ, സുഗുണം വിളിക്കുന്നു, എൻ്റെ കൂട്ടുകാരൻ സുഗുണൻ. ഹലോ സുഗുണ, പറ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത്. അയ്യോ, കട്ടായിപ്പോയി. ഹലോ സുഗുണ, കേൾക്കാം? നീ എന്തിനാണ് ഇറങ്ങി കട്ട് ചെയ്യുന്നത്? മനുഷ്യൻ നേരത്തെ സംസാരിക്കുമ്പോഴാണോ കട്ട് ചെയ്യുന്നത്? അല്ല സോറിയടാ, ഞാൻ ഇപ്പോൾ സൈക്ലിങ്ങിന് ഇറങ്ങുമായിരുന്നു. എന്താടാ? നീ ഇപ്പം കുറേ പരീക്ഷയൊക്കെ എഴുതിയില്ല? എത്രണ്ണം എഴുതിയടാ? ഞാനെന്തോ ഒരു മോർ ദാൻ 5 or 4 എഴുതി. അത്ര എഴുതിയോ? ഞാൻ ഒരു ബസ് ഡ്രൈവറിൻ്റെ ടെസ്റ്റ് എഴുതി. ഒരു ഓട്ടോറിക്ഷ അല്ല, ഒരു ബസ് ഡ്രൈവറിൻ്റെ ടെസ്റ്റ് എഴുതി. കേരള സ്റ്റേറ്റ് ബോർഡ് മറ്റേ KCBയുടെ ടെസ്റ്റ് എഴുതി. പിന്നെ ഞാൻ വാട്ടർ അതോറിറ്റിയുടെ എഴുതിയായിരുന്നു.
എന്താണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ലടാ ഒന്നുമില്ല. നീ ഇത്ര എഴുതിയുള്ളല്ലോ അല്ലേ? ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഇന്ന് വരൂടാ. നീ പോയി കമ്പ്യൂട്ടറിൽ നോക്കിയാലോ? നിൻ്റെ കമ്പ്യൂട്ടർ വർക്കിംഗ് ആണോടാ? ഇല്ലടാ, അത് പൊട്ട കമ്പ്യൂട്ടറല്ല. അതിൻ്റെ ഇപ്പോഴേ എന്തൊക്കെയോ കാർഡൊക്കെ പൊട്ടിപ്പോയി. അത് ഇപ്പം ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടെ വിൻഡോസ് 4ൽ നിന്ന് 5 ആക്കി 6 അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് എന്തോ കേട് പറ്റി. ഇപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയും ഗ്രാഫിക്സ് കാർഡും എന്തൊക്കെയോ പൊട്ടിപ്പോയി. അപ്പോൾ അതിപ്പോൾ വർക്കാകത്തില്ലടാ. എങ്കിൽ നീ ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സെൻറ്ററിൽ പോയിട്ട് തിരക്ക്. നിൻ്റെ റാങ്ക് അവിടെ കാണും. നീ പിന്നെ സൈക്ലിങ്ങിന് പോയാൽ മതി. ശരിയടാ, എന്നാൽ ഞാൻ ഇപ്പോൾ ഒരുങ്ങിയിട്ട് ചെയ്യാം ഫ്രണ്ട്സ്. അയ്യോ ശരിയടാ. അല്ലടാ വെയിറ്റ്, 1 മിനിറ്റും കൂടി ഉണ്ട്. നീ ഇത്രയും ടെസ്റ്റൊക്കെ അല്ലേ എഴുതിയുള്ളൂ എന്ന് എനിക്കൊരു സംശയം. നീ MBA ഓഫീസറിൻ്റെ ടെസ്റ്റ് എഴുതില്ലായിരുന്നോടാ? അയ്യോ അത് ശരിയാണ്, MBA ഓഫീസറിൻ്റെ എഴുതി. അത് ഞാനങ്ങ് മറന്നു പോയി. കുഴപ്പമില്ല, അതിന് ഞാൻ എഴുതി. ഇനി അതും കൂടി പോയി തിരക്കാം. ഓക്കെ ശരിയടാ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ വേഗം ഡ്രസ്സിട്ട് ഇറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. കാരണം നമുക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം ജോലി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പൈസയ്ക്കും കുറവാണ്. ഞാൻ പിന്നെ ഇത് എൻ്റെ വീടല്ല കേട്ടോ. ഞാൻ പണ്ട് ഭയങ്കര പണക്കാനാണെങ്കിൽ ഇത് പിന്നെ ഞാൻ കുറച്ച് ഗാങ്സ്റ്റർ പണിയൊക്കെ നിർത്തിയിട്ട് ആകെയുള്ള ഈ വീടാണ് എൻ്റെ സ്വന്തമൊക്കെ ആണെങ്കിലും കുറച്ച് പാടാണ്. ഇതിപ്പോൾ സെൻറ്റർ എനിക്ക് ലൊക്കേഷൻ നോക്കട്ടെ ഫ്രണ്ട്സ്. ലൊക്കേഷൻ ഭയങ്കര ദൂരെയാണ്. ഭയങ്കര ദൂരെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ IBD3D സെൻട്രൽ ഹാളില്ലേ, നമ്മുടെ സെൻട്രൽ ഹാൾ, അതിൻ്റെ അടുത്തായിട്ട് വരും. അത് നമ്മുടെ റൗണ്ട് അബൌട്ട് അല്ല, നമ്മുടെ ജംഗ്ഷൻ അല്ല ഫ്രണ്ട്സ്, വേറെ ഏതോ സ്ഥലമാണ് സെൻട്രൽ ഹാൾ. നമ്മുടെ ഈ സ്ഥലത്ത് കയറി പോകണം. നമ്മുടെ ഈ കൊമേഴ്ഷ്യൽ ഫാക്ടറി ഇല്ലേ, അതിൻ്റെ പുറത്തുകൂടി കയറി പോകണം. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ്. അതുമാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, ഒരു സാഡ് ന്യൂസ് ഉണ്ട്. ഞാൻ പോയി നോക്കി, എനിക്ക് ഒരു ജോലിയും കിട്ടിയില്ല. ഈവൻ എനിക്ക് ബസ് ഡ്രൈവറിൻ്റെ ജോലി കിട്ടിയില്ല, വാട്ടർ അതോറിറ്റിയുടെ കിട്ടിയില്ല, KCBയുടെ കിട്ടിയില്ല. ഒരെണ്ണം മാത്രം കിട്ടി, നമ്മുടെ MVI ഓഫീസർ, നമ്മുടെ മോട്ടോർ ഇൻസ്പെക്ടറിൻ്റെ ജോലി കിട്ടി. അപ്പോൾ ഇനി തകർക്കാം. അപ്പോൾ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് ചോദിച്ചിട്ട് വരാം ഫ്രണ്ട്സ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്, എന്ത് ഡ്രസ്സായിട്ടുണ്ട്, എപ്പോൾ ജോലി തുടങ്ങണമെന്ന് പോയി ചോദിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനാണ് വിചാരിച്ചത് ഇവിടെ മോട്ടോർ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഈ പോലീസുകാരൻ പറഞ്ഞത് ഈ ഗെയിമിൽ മോട്ടോർ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് ഈ MVA ഓഫീസറും പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ നമുക്ക് പോലീസ് കാർ എടുക്കാം. ഓക്കെ, ഹിയർ വി ഗോ. അപ്പോൾ ഞാൻ പോലീസ് കാറൊക്കെ എടുത്തു. ഇനി നമുക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോവാം. ഇതാണ് നമ്മുടെ MVA ഓഫീസർ. കാരണം ഇപ്പം തന്നെ ഡ്യൂട്ടി തുടങ്ങണമെന്നാണ് സോമൻ സാർ പറഞ്ഞേക്കുന്നത്. നില്ല്. ഇതിപ്പോൾ ഭയങ്കര ട്രാഫിക് പിടിച്ച സിറ്റി ആയതുകൊണ്ടേ നമുക്ക് റൗണ്ട് ബോർഡിൻ്റെ അടുത്ത് പോവാം ആദ്യം. അവർ പറഞ്ഞ് നിനക്ക് സിറ്റിയിൽ എവിടെയും നിന്ന് ഇൻസ്പെക്ട് ചെയ്യാവുന്നതാണ് വണ്ടി. അയ്യോ ഇടിക്കല്ലേ, ഞാൻ ഇടിച്ചാൽ പിന്നെ എന്നെ പിടിച്ചവർ പുറത്താക്കും. ഇവിടെ കുറച്ച് തിരക്കുള്ള സ്ഥലമാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അയ്യോ നിർത്ത്. അയ്യോ ഇടിക്കല്ലേ. ഇറങ്ങി ഗൺ പിടിക്കണം, കാരണം അല്ലെങ്കിൽ അവർ ഓടിച്ചു പോവും. നിൽക്ക് കൊഗിനിസുകാരാ നിൽക്കുന്നേ നിൽക്കാൻ. നമ്പർ പ്ലേറ്റ് എന്ത് ചെയ്യുന്നു? സോറി. എങ്കിൽ ശരി, വെയിറ്റ്. ബാക്കിലും നമ്പർ പ്ലേറ്റ് ഉണ്ട്. ഇല്ലല്ലോ. ഈ ബൂസ്റ്റേഴ്സ് ഒന്നും ഇവിടെ വെച്ചുകൂടെന്ന് അറിഞ്ഞൂടെ? നിങ്ങൾ എന്തിനാ ബൂസ്റ്റർ വെച്ചേ? അയ്യോ സ്റ്റിക്കി ബോംബല്ല. ഒരു 500 രൂപ ഫൈൻ എഴുതിത്താൽ മതി അതിക്ക്. ശരി സാർ, ഇതുകൊണ്ട് അയാളുടെ നിന്നും മേടിച്ച്. ഇതെന്തു സ്കോർപ്പിയോക്കാരാ അയ്യോ അയാൾ നമ്മളെ പറ്റിച്ചിട്ട് പോന്നു. സ്കോർപ്പിയോക്കാരനെ വിടാൻ പാടില്ല. അയ്യോ സ്കോർപ്പിയോക്കാരാ, യു ആർ അണ്ടർ അറസ്റ്റ്. കൊഗ്നിസുകാരെ നിങ്ങൾ പൊയ്ക്കോ, അവിടെ എന്തിനാ ചുമ്മാ നിൽക്കുന്നു? സോറി. ആ സ്കോർപ്പിയോക്കാരൻ പോയോ? ദോ പോന്ന്. നമ്മുടെ റൗണ്ട് ബോർഡിൻ്റെ അടുത്ത് നമുക്കിവിടെ നിർത്തിയിടണം. എവിടെ? അയ്യോ ഇതെന്തുവാടേ, ഞാൻ തന്നെ ഇടിച്ച് പൊളിക്കുന്നു. ഇപ്പം എനിക്ക് കോള് വരും, അതാണ് വേറെ. നിൽക്കടോ, തനിക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിൽക്ക്. ഹാൻഡ്സ് അപ്പ്. നിങ്ങളുടെ നമ്പർ പ്ലേറ്റ് എന്ത് ചെയ്യും? മറ്റേത് റേസിംഗ് കാർ ആണെങ്കിലും പറയാം. നിങ്ങളുടെ നമ്പർ പ്ലേറ്റ് മര്യാദയ്ക്ക് പറഞ്ഞോ. ഞാൻ വെക്കത്തില്ല, നിങ്ങൾക്ക് എന്തോ വേണം, പോടോ അവിടെ നിന്ന്. ഇതിന് ബൂസ്റ്ററൊന്നും ഇല്ല, ബാക്കിലും ഉണ്ട്. ഇല്ല എടുത്തോണ്ട് പോന്നോ? ഞാൻ എടുത്തോണ്ട് പോകും. ഇയാൾ ഡ്രങ്കണാണ്.
അപ്പോൾ ഇട്ട് അങ്ങ് ചെയ്തതിന് ഒരു 500 പെറ്റി ഇത് എഴുതിത്താ നമ്മുടെ ഇത് എന്തുവാ നമ്മുടെ ഫൈൻ താ. പിന്നെ നമ്പർ പ്ലേറ്റ് ഒട്ടിക്കാത്തതിന് നിങ്ങൾ ഒരു 1000 എഴുതിത്താ വേഗം. ശരി സാറേ. അപ്പോൾ ഞാനിപ്പോൾ പോലീസ് സോമനെ വിളിച്ചിട്ട് വന്ന് ഈ സിറ്റിയിൽ ആർക്കും നമ്പർ പ്ലേറ്റ് ഇല്ലെന്ന്. അപ്പം നിൽക്കി എങ്ങോട്ടാ പോകുന്നത് നിൽക്കി ഇതെന്തുവാടേ ഭയങ്കര പതുക്കെയാണ് പോകുന്നത് ഇവർ. ഓ നിങ്ങളെന്താണ് ഇതേപോലത്തെ വണ്ടി ഒന്നും ഇവിടെ ഓടിച്ചുകൂടെ അറിഞ്ഞൂടി. ഇത് നിറയെ ബൂസ്റ്റേഴ്സ് ഉണ്ട്, നമ്പർ പ്ലേറ്റും ഇല്ല. ഗൈസ് അയാൾ അവിടെ ഡ്രിഫ്റ്റ് അടിച്ച് നിർത്തി. അയാളെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. അയ്യോ നമ്മൾ ചാവല്ലേ. അയാൾ ഡ്രിഫ്റ്റ് അടിച്ച് നിർത്തി. ഇതാ പിടിച്ചോ. ഇതിലിപ്പം നിയമമെന്ന് പറഞ്ഞാൽ എടുക്കുന്നോ കാർ എടുക്കുമോ ഇറങ്ങി. അയ്യോ സാറേ എന്നെ അറസ്റ്റ് ചെയ്യല്ലേ. അയ്യോ ഫ്രണ്ട്സ് ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം തന്നെ കുറേ പേരുടെ ഫൈനും പെറ്റിയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് കുറേ പൈസ കിട്ടി. നിർത്ത് കോഗ്നീസുകാരാ ഒരു 500 തന്നെ. എന്താണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിന് 500. അയ്യോ സാറേ എന്തിനാ സാറേ ഇങ്ങനെ കാണിക്കുന്നേ. താ ഓക്കെ ഫ്രണ്ട്സ് നില്ല്. ലംബോർഗിനിക്കാരൻ തെറ്റാണ് കാണിക്കുന്നത്. നിക്ക് മിസ്റ്റർ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ലംബോർഗിനി ഒന്നും ഇവിടെ ഓടിക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിക്ക് സാറേ കൊന്നു കളയും ഞാൻ. അങ്ങനെ നിൻ്റെ വണ്ടി കത്തിക്കണമെങ്കിൽ മുമ്പേ പറ. നീ എന്താണ് ഇപ്പം തന്നെ എഴുതി തരുന്നു. എന്നെ ഇങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തതിന് നീ ഒരു 1000 എന്തായാലും തരണം. ലംബോർഗിനി ഓടിച്ചതിന് 2000 തരണം. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ 5000. നീ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേ അതിനെങ്കിൽ ഒരു 100 തന്നോ. എന്തുവാ സാറേ സാറിൻ്റെ വണ്ടിക്കും ഇല്ലല്ലോ നമ്പർ പ്ലേറ്റ്. അയ്യോ അത് ഞാൻ ശ്രദ്ധിച്ചില്ല ഫ്രണ്ട്സ്. എൻ്റെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. അത് ചോദിക്കാൻ നീ ആരാ? പോടാ അവിടുന്ന്. അയ്യോ എൻ്റെ വണ്ടി വെടിവെക്കല്ലേ സാറേ, ഞാൻ എഴുതി തരാം. മാറ് സാറേ അവിടുന്ന്. ഇവനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്നെ ഇടിക്കുമോ? ഇടിക്ക്. അയ്യോ ഈ സാർ എന്നെ കൊല്ലുമെന്ന് തോന്നുന്നു. ഇവൻ എന്തുവാണ് ഇങ്ങനെ ഓടിച്ചു വരുന്നത്? ഗൈസ് ഇവൻ എന്തോ ഭ്രാന്തരങ്ങാണ്ടാണ്. ഏതെങ്ങാനാ നിൻ്റെ അടുത്ത് വന്നു. അയ്യോ ഗൈസ് ഇപ്പം നമ്മുടെ കയ്യിൽ ഏകദേശം ഞാൻ അക്കൗണ്ട് നോക്കട്ടെ ഫ്രണ്ട്സ്. നമ്മുടെ കയ്യിലിപ്പോൾ 50,000 രൂപ കിട്ടി. കാരണം ഞാൻ വഴിയിൽ പോകുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് മേടിച്ചു. കാരണം ആരും ഇത് ചെയ്തില്ല. നമ്മുടെ ആരുടെയും കയ്യിൽ നമ്പർ പ്ലേറ്റ് ഇല്ല. എൻ്റെ വേണ്ടിയിൽ നമ്പർ പ്ലേറ്റ് ഇല്ല. ഇനി ഞാൻ ഈ സിറ്റിയിൽ നിൽക്കുന്ന അപകടമാണ്. അയ്യോ നിൽക്ക് മിസ്റ്റർ വേഗം തന്നെ. ഇയാളെയാണ് എനിക്ക് വേണ്ട. ഇയാളാണ് ഈ സിറ്റിയിലെ തന്നെ മെയിൻ ക്രിമിനൽ. ഹാൻഡ്സപ്പ് പറഞ്ഞാലും മനസ്സിലാവത്തില്ല നിങ്ങൾക്ക്. യു ആർ അണ്ടർ അറസ്റ്റ്. മര്യാദയ്ക്ക് പുറത്തിറങ്ങിക്കോ അല്ലെങ്കിൽ കൊല്ലും ഞാൻ. അയ്യോ തീ പിടിച്ച്. അയ്യോ ഇപ്പോൾ പൊട്ടിത്തെറിക്കുമോ? പൊട്ടിത്തെറി. ഗൈസ് എൻ്റെ വണ്ടിക്കും തീ പിടിച്ച്. അയ്യോ ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. താങ്ക് യു.